Sahil best friend, my best നല്ല friend. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുന്നുണ്ട്. 7:49 കുറച്ചുള്ള നേരത്തെ. അപ്പൊ 7:49 ഓണാക്കാണ്. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റണ്ണിങ് ടൈമാണ്. അപ്പോ ഇനി നമുക്ക് പോയേക്കാം. നമ്മളെ റൂം ഓണറാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഊബർ കാര്യങ്ങളൊക്കെ ഓണാക്കി നോക്കാം. ഊബർ ഓണായിട്ടുണ്ട്. ഞാൻ ഇന്നലെ വാലറ്റിൽ കുറച്ച് ഊബറിന് പേയ്മെന്റ് കൊടുക്കാണ്ടായിരുന്നു. ഞാൻ ഇന്നലെ തന്നെ കൊടുത്തു. 118 രൂപ ഊബറിന് കൊടുക്കാണ്ടായിരുന്നു. ഇന്നലത്തെ -49 പിന്നെ ഒരു 60 എത്ര ബാലൻസ് ഉണ്ടായിരുന്നു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് റാപ്പിഡോ ഓണാക്കാം. റാപ്പിഡോയും ഓണായിട്ടുണ്ട്. യാത്രയും പാടെ ഓണാക്കി വെക്കാം. നമുക്ക് ഏത് കിട്ടിയാലും ഇപ്പോൾ പോകും. ഫസ്റ്റ് ട്രിപ്പ് അല്ലേ, ഇവിടുന്ന് എങ്ങനെയൊക്കെ നനങ്ങി കിട്ടണം. ഈ ഒരു കാട്ട് ഏരിയന്ന് അവിടെ ഉണ്ടോ നമ്മൾ പോയി നിൽക്കല്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഈ ഫ്ലാറ്റ് ഉണ്ടോ? ഈ ഫ്ലാറ്റും പിന്നെ അവിടെ വേറെ ഫ്ലാറ്റും ഉണ്ട്. അവിടുന്ന് രണ്ടിടത്തുനിന്നാണ് നമ്മുടെ ലക്ഷ്യം. ഒരു അരമണിക്കൂർ കൂടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോകും. പിന്നെ അപ്പോൾ ഏതായാലും ഇനി ഫസ്റ്റ് ട്രിപ്പ് അടിക്കട്ടെ. ഏതിലാണ് ഫസ്റ്റ് ട്രിപ്പ് അടിക്കാൻ നോക്കാം നമുക്ക്. വണ്ടിയൊക്കെ നമ്മൾ ഇന്നലെ നല്ല അടിപൊളിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. മാറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സീറ്റ് ബെൽറ്റ് ഇടാറുണ്ട്. ഈ സീറ്റ് ബെൽറ്റ് പുതിയ വണ്ടികൾക്കൊക്കെ ഇനി സീറ്റ് ബെൽറ്റ് ഇങ്ങനെ വരുന്നത് തോന്നുന്നുണ്ട്. കണക്ട് ചെയ്ത് വെക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ സൗണ്ട് അലാമിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവർക്ക് ഡിസ്റ്റർബാണ്, ഇവിടെ ഇരിക്കുമ്പോൾ കുത്തും. അതുകൊണ്ട് ഇവർ ചിലവർ ഇത് റിമൂവ് ചെയ്ത് കളയാനാണിത്. പക്ഷെ അപ്പോൾ നമുക്ക് ഇങ്ങനെ സൗണ്ട് വരും. അത് കണക്ട് ചെയ്ത് വെക്കട്ടെ. നമ്മുടെ CNG കാര്യങ്ങൾ 2 ഘട്ടമുള്ളൂ. 147 കിലോമീറ്റർ ഓടിയുണ്ട് ഈ ഫുൾ ടാങ്ക് CNGയിൽ. അതിപ്പോൾ ഈ 2 ഘട്ടയും പാടെ ഒരു 30 കിലോമീറ്റർ കൂടി കിട്ടുമായിരിക്കും. 30-40 കിലോമീറ്റർ. പക്ഷേങ്കിൽ നമ്മൾ ഒരു ട്രിപ്പ് അടിച്ചിട്ട് CNG അടിക്കും. ഇത് ഫുള്ള് കഴിയാനായിട്ട് നമ്മൾ നിൽക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ട്രിപ്പ് അടിച്ചതിന് ശേഷം CNG അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ട്രിപ്പ് 0 ആക്കിയിട്ടില്ല. അന്ന് നമ്മൾ ഓടിയതിന് ശേഷം ഇന്നലെ ഞാൻ ലുലുമാളിൽ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 203 ആയിട്ടുണ്ട്. അപ്പോൾ അത് 0 ആക്കിയിട്ടുണ്ട്. ബിയിൽ നമ്മൾ ഒരു ദിവസത്തെ ഓടുന്നത് നോക്കുന്നത്. CNGൻ്റെത് 147 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ട്രിപ്പ് അടിച്ചതിന് ശേഷം നമുക്ക് ഏത് CNG പമ്പിൻ്റെ അടുത്താണോ നോക്കിയിട്ട് അവിടുന്ന് CNG അടിക്കാം. ഇന്ന് ചായ കുടി പരിപാടി ഇല്ല കേട്ടോ. ചായ കൂടി നമ്മൾ ഇന്ന് റൂമിൽ നിന്ന് തന്നെ കുടിച്ചു. ഇന്നലെ ലുലുമാൾ പോയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറേ കേക്കും ബ്രെഡും ജാമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിച്ചപ്പോൾ വയറ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇനി ലഞ്ച്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 8:37 ആയിട്ടുണ്ട് സമയം. ഡോക്ടർ ഷെറീൻ റാപ്പിഡോയിലാണ് അടിച്ചിട്ടുള്ളത്. 800 മീറ്ററിൽ. നമ്മൾ ജസ്റ്റ് അടപ്പള്ളി റോട്ടും വന്ന് ആ ഭാഗത്തു നിന്നാണ് അടിച്ചിട്ടുള്ളത്. വേഗം ഊബർ ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ട്രിപ്പ് അടിക്കും. യാത്രയിൽ പിന്നെ അടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും ക്യാൻസൽ ആവുന്നതിന് മുമ്പ് പോട്ടെ. ഈ ഒരു ഫ്ലാറ്റിൽ നിന്നാട്ടോ നമുക്ക് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ നമ്മളെ സെയിം വീൽ കപ്പുള്ള ഒരു വണ്ടി ഉണ്ടല്ലോ നമ്മളെ റൂമിൻ്റെ അടുത്ത്, അതവിടെ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ട്രിപ്പ് ഇല്ലാത്തതാണോ എന്താ അറിയില്ല. അവനെന്തായാലും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഗേറ്റ് തുറക്കാൻ ആരുമില്ല. ആള് വരുന്നുണ്ട്. ഗേറ്റ് തുറക്കട്ടെ. ഡോക്ടർ ഷെറീനോ സെക്യൂരിറ്റി ചോദിക്കുകയാണെങ്കിൽ പറയാം. ഓക്കെ, അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു. ഇവിടെ പണി നടക്കണ്ട ഗൈസ്. നമ്മളെ പിക്കപ്പ് പോയിന്റ് അതായിരുന്നു. അത് പണി നടക്കുകയാണ്. അവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ റിവേഴ്സ് ഇട്ടൊക്കെ. ഇവിടെ നമുക്ക് കസ്റ്റമർ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ഇവര് കാണാനില്ല കേട്ടോ. ഈ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കലി പോയിട്ടുണ്ട്. അത് റാപ്പിഡോന്റെ ഒരു സംഭവമാണ്. പിന്നെ ഇത് ഞാൻ നാളെ പറഞ്ഞല്ലോ, ബ്ലോക്കിന്റെ അടിയിലൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ഉപകാരമാണ്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആളൊന്ന് വിളിച്ചു നോക്കാം. ഹലോ, റാപ്പിഡോ ബുക്ക് ചെയ്തിനോ? അവിടെ താഴെ ഉണ്ട്. ഓക്കെ, എന്തായാലും ഓക്കെ ഞാൻ വരാന്നോ? വന്നാ മതി. ബുക്ക് ചെയ്തിട്ട് ഓക്കെ ഞാൻ വരാം. ഞാൻ വിളിച്ചിട്ട് എന്തോ വരുന്ന പോലെ. ആള് വരട്ടെ. കസ്റ്റമർ എവിടെ? ഫ്ലാറ്റിൽ തന്നെ ഇറങ്ങിയിട്ടില്ല. അതാണ് ഞാൻ വരാന്നൊക്കെ പറയണേ. ഇപ്പൊ ഇവിടെ വേറെ ഏതെങ്കിലും വണ്ടി വന്നാലോ പ്രശ്നം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറ്റി. സെക്യൂരിറ്റി മാമ്മന്മാർ അവിടെ 2 ഉണ്ട്. സെക്യൂരിറ്റി മാമ്മന്മാർ വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഇവിടെ ഒരു സ്വിഗ്ഗിക്കാരനുണ്ട്. നമ്മളെ കസ്റ്റമറാണ് പോകുന്നത്. മരടിലുള്ള ലിമെറിഡിയൻ ഫ്ലാറ്റിലേക്കായിരുന്നു, ഹോട്ടലിൽ. ഇത് ക്രൗൺ പ്ലാസയാണ്. അപ്പോൾ നമ്മൾ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ റാപ്പിഡോയിൽ. ജസ്റ്റ് ഊബർ ഓൺ ആക്കി നോക്കട്ടെ. റീചാർജ് ചെയ്യാനിടയിൽ ഊബർ ട്രിപ്പ് അടിച്ചാലോ. 302 അപ്പൊ ആള് 500 രൂപ തന്നത്. അപ്പൊ ഗൂഗിൾ പേ ചെയ്തെടുത്ത്. ബാലൻസ് അങ്ങോട്ടാ ചെയ്തെടുത്ത്. നമ്മളെ കയ്യില് പൈസ അല്ല. 10 രൂപ.
ഓ 4 കിലോമീറ്റർ പിക്കപ്പ് 4 കിലോമീറ്റർ ഡ്രോപ്പ്. ഇതാണ് ഈ പ്രശ്നം, ഊബറിന്റെ പ്രശ്നം. എന്നിട്ട് 156 റുപ്യ 4, 5, 10 കിലോമീറ്റർ ആയി ടോട്ടൽ. അപ്പോൾ 10 കിലോമീറ്റർ നിഷ് സ്കൈലൈൻ എന്നാണ്, സ്കൈലൈൻ മരിഗോൾഡോ. ഇതാണ് പ്രശ്നം, എവിടെ നിക്കണേ തൃപ്പൂണിത്തുറയായിട്ട്. 4 കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ, അതിൽ കാണിക്കണില്ലാതെ ചിലപ്പോൾ ഉണ്ടാവും. 4.1 13 മിനിറ്റ് ബ്ലോക്ക് കൂടി കടന്ന് അങ്ങോട്ട് പോകും വേണം. അതാണ് പ്രശ്നം, ഊബറിന്റെ പ്രശ്നം കണ്ടില്ല. റാപ്പിഡോയില് 302 രൂപ കിട്ടിയത്. അപ്പൊ ഞാൻ 300 എടുത്തത്. നമ്മളെത്ര കിലോമീറ്റർ ഓടി ലാസ്റ്റ് ട്രിപ്പ്? 302 14.7 കിലോമീറ്റർ 25 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. 20 റുപ്യ വെച്ചിട്ട് കിട്ടിക്കണു. വെയിറ്റിംഗ് ചാർജും കിട്ടിയിട്ടുണ്ട് 6 രൂപ. ആളെ വെയിറ്റ് ചെയ്ത് കുറെ നേരം വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം. അപ്പോ ഊബറിലിപ്പോ ഇനി 4 ട്രിപ്പ് എടുക്കണം, അതാണ് ഒരു പ്രശ്നം. ഫസ്റ്റത്തെ ട്രിപ്പാണ് ഊബറിൽ. റാപ്പിഡോയിലെ മുമ്പ് റീചാർജ് ചെയ്യട്ടെ, ചിലപ്പോ വലിയ ട്രിപ്പ് പഠിച്ചാലോ. ഊബറിന്റെ കസ്റ്റമർ അടുത്തേക്ക് പതുക്കെ പോയാൽ മതി. അത് ക്യാൻസൽ ആവുകയാണെങ്കിൽ ക്യാൻസൽ ആയിക്കോട്ടെ. പിന്നെ നമുക്കപ്പോ തന്നെ ഇതിൽ റാപ്പിഡോയില് റീചാർജ് ചെയ്യാം. 69 തന്നെ ചെയ്യാം. 1000 രൂപയുടെ 81 രൂപ. UPI ഗൂഗിൾ പേ പ്രൊസീഡ് 81 രൂപ. ജസ്റ്റ് ഇൻക്ലൂഡിങ് ആയതുകൊണ്ടാണ്. ഓക്കെ, റീചാർജ് സക്സസ്ഫുള്ളി. ഇപ്പൊ റാപ്പിഡോയിലൊരു എയർപോർട്ട് അടിച്ചാണ്ടല്ലോ, ഊബറിനോട് പോയി പണി വെക്കാൻ പറഞ്ഞ. കാരണം എയർപോർട്ട് കടിക്കുന്ന ഒരു ഏരിയ ആണിത്. ലിമെറിഡിയന്, ക്രൗൺ പ്ലാസ, അതേതാ തേങ്ങാവും. റീചാർജ് ചെയ്തേക്ക് ട്രിപ്പ് അടിച്ചിട്ടോ. ദർശിനിയാണ് പിക്കപ്പ്. ഓക്കെ, നമുക്ക് 260 രൂപയുടെ ട്രിപ്പാണ് റാപ്പിഡോയില്. അപ്പൊ ഊബറിനോട് പോയി പണി നോക്കാൻ പറയാം അല്ലെ. ഊബർ അവരെ വിളിച്ച് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യാൻ പറയാം. അല്ല നമുക്ക് ആ ട്രിപ്പ് നടക്കൂല. 5 കിലോമീറ്റർ പിക്കപ്പും 4 കിലോമീറ്റർ പിക്കപ്പും 5 കിലോമീറ്റർ ഡ്രോപ്പും 10 കിലോമീറ്റർ 150 റുപ്യ. ഇത് 260 കിലോമീറ്റർ എത്ര നോക്കിയില്ല കേട്ടോ. പിക്കപ്പ് ഇത്ര 2 കിലോമീറ്റർ എന്തോ ഉണ്ട് ഇതില്. 2.3 കിലോമീറ്റർ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. റാപ്പിഡോ മതി നമുക്ക്. ഊബറിന്റെ ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ടോ. ഞാൻ ആദ്യം അങ്ങോട്ട് കോൾ ചെയ്തു, അപ്പൊ എടുത്തില്ല. പിന്നെ ഇങ്ങോട്ട് കോൾ വന്ന്, അപ്പൊ ഞാൻ പറഞ്ഞു കിലോമീറ്റർ കൂടുതലാണ്, ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത ബുക്ക് ചോദിക്കും. ക്യാൻസൽ ചെയ്യണോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് പെട്ടെന്ന് അടുത്തുള്ള വണ്ടി കിട്ടത് 4 കിലോമീറ്റർ അപ്പുറത്താണ്, തിരക്കുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് ക്യാൻസൽ ചെയ്ത് ഇപ്പൊ നമ്മള് റാപ്പിഡോന്റെ കസ്റ്റമറിനെ എടുക്കാൻ പോവാണ്. 1.5 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇനി റാപ്പിഡോ ക്യാൻസൽ ചെയ്യണം അല്ലേ. അപ്പൊ നമുക്കൊരു അടിപൊളിയാവും. വേഗം ചെല്ലട്ടെ. നമ്മളെ റാപ്പിഡോന്റെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. എന്താണ് നമ്മളെ കസ്റ്റമർ, നമ്മളെ ഇൻഫോ പാർക്കിലൊരു പ്ലേ സ്കൂൾ ഉണ്ട്, ആ സ്കൂളാണിത്. കുട്ടിയെ സ്കൂളിലാക്കാൻ വന്നതാണ്. ഞാൻ നേക്കിലും ചോദിച്ചു നോക്കി കുട്ടീനെ സ്കൂളിലാക്കിയിട്ട് പോകണ്ടോ. അപ്പൊ ഇല്ല, ഇവിടെ തന്നെയാണ് ഓഫീസ് എന്ന് പറഞ്ഞ് ഇൻഫോ പാർക്കിൽ. അപ്പൊ നമുക്ക് ഇതിന് 260 രൂപയാണ് കിട്ടിയത്. മറ്റേ 11 കിലോമീറ്റർ നമുക്ക് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ടോട്ടൽ ഇപ്പൊ റാപ്പിഡോയിൽ 562 രൂപ കൂടി 2 ട്രിപ്പ്. ഈ ലാസ്റ്റ് ട്രിപ്പ് 11 കിലോമീറ്റർ 26 മിനിറ്റ്. ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സീപോർട്ട് എയർപോർട്ട് റോഡിൽ എപ്പോഴും ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകാൻ അല്ലാണ്ട് കഴിയൂല. 1-2 വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നല്ലാണ്ട്. കാരണം അതിൽക്കൂടി ഈ എണ്ണ വണ്ടികൾ കുറേ ഉണ്ട്, വലിയ ലോഡ് വണ്ടികൾ. അപ്പൊ 260 രൂപ കിട്ടി നമുക്ക് 11 കിലോമീറ്ററിന്. മറ്റേത് ഇത്ര 4 കിലോമീറ്റർ പിക്കപ്പും 5 കിലോമീറ്റർ ഇത്ര ഡ്രോപ്പും 9-10 കിലോമീറ്റർ ആയി. ഈ 145 എത്ര ഉള്ളൂ ക്യാഷ് ഉണ്ടായിരുന്നത്. 260 രൂപയാണ് ലാഭാണ്. 260 ഹരിക്കണം 11 23 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പിക്കപ്പ് ഒരു 2.5 കിലോമീറ്റർ എന്തോ ഉണ്ടായിരുന്നു. അത് വെച്ച് കൂട്ടുകയാണെങ്കിലും അത്യാവശ്യം എമൗണ്ട് നമുക്ക് ഈ ട്രിപ്പിനുണ്ട്. മറ്റേന് അതും ഉണ്ടാവില്ല. 4 കിലോമീറ്റർ പിക്കപ്പിന് കൂട്ടി കഴിഞ്ഞാൽ അതും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഏതായാലും CNG കഴിഞ്ഞിട്ടുണ്ട്, വാണിംഗ് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പടമുകളിൽ പോയിട്ട് CNG എടുക്കാം. 175 കിലോമീറ്റർ ആണ് നമ്മൾ ഓടിയത്. ഇനി ഒരു അട്ടിമ്പാടുണ്ട്. ഇവിടെ ഒരു വണ്ടി കയറാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇനി പോയി CNG എടുക്കട്ടെ. അപ്പൊ നമ്മള് ഫുൾ ടാങ്ക് CNG അടിച്ചിട്ടുണ്ട്. 181 കിലോമീറ്റർ ആട്ടോ പഴയതിലായത്. അത് നമ്മള് ട്രിപ്പ് ഇട്ട് 0 ആക്കി. 198 ഗൂഗിൾ പേ ചെയ്തു. 500 രൂപ ക്യാഷും കൊടുത്തു. പിന്നെ അവിടെ ബസ് CNG അടിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ ചില ബസ്സുകളൊക്കെ CNG 50 കിലോനത്ര കുറ്റി കപ്പാസിറ്റി സിലിണ്ടർ. നമ്മളതൊക്കെ 9 കിലോന്റെ കുറ്റിയാണ്. അതിലൊരു 8 സംതിങ് കയറുള്ളൂ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ. കുറച്ചായിട്ട് എന്തോ ലിക്വിഡ് എന്തോ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഇപ്പോൾ 0 ആയിട്ടുണ്ട്. നമുക്ക് ഊബർ ഓൺ ആക്കാം. ഊബറിൽ ഇപ്പം ഫസ്റ്റ് ട്രിപ്പ് എടുത്തിട്ടില്ല. എടുത്തു നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞല്ലേ. ഫസ്റ്റ് തന്നെ നമുക്ക്
ചെറിയ ട്രിപ്പാണ് വന്നത്. ഓണാക്കിയിട്ടുണ്ട്. ഇന്റർസിറ്റിയും ഹവറിൽ രണ്ടിലും ഞാനിപ്പോൾ പോന്നപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടി, അപ്പോൾ ഓണാക്കിയിട്ടിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഞാൻ ഓണാക്കാൻ മറന്നു. പിന്നെ ഇനി റാപ്പിഡ് ഓണാക്കാം. റാപ്പിഡോയിൽ 562 രൂപ കോടിയുണ്ട്. കേരള സവാരി ട്രിപ്പ് അടിക്കട്ടെ, ഏതിലാ ട്രിപ്പ് അടിക്കാൻ നോക്കാം. നമുക്ക് റാപ്പിഡോ കേരള സവാരി മതി, ഊബർ വേണമെന്നില്ല. പിന്നെ അതിലാണ് കൂടുതൽ ഓട്ടം, അതുകൊണ്ട് ഓണാക്കുക. 97 അക്സെപ്റ്റ് റേറ്റ് ഉണ്ട്. 3452 ട്രിപ്പ് എടുത്ത് ടോട്ടല്. നമ്മുടെ സാധനങ്ങൾ വന്നിട്ടുണ്ടാവും, ആരും ഇട്ടിട്ടില്ല. അപ്പൊ ഇനി ട്രിപ്പ് അടിക്കട്ടെ, കുറച്ച് എയർ അടിക്കാം. എയർ അടിച്ചിട്ട് കുറച്ച് ദിവസമായി ഒരു ട്രിപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ. 2 കിലോമീറ്റർ പിക്കപ്പും 2.5 കിലോമീറ്റർ ഡ്രോപ്പും 4.5 കിലോമീറ്റർ ടോട്ടല് 124 രൂപ. നല്ലതാണ്, ഞാൻ എടുക്കുന്നില്ല. ഞാൻ അടുത്ത വണ്ടി നമ്മളതാണ് എയർ അടിക്കാൻ. എയർ അടിച്ചിട്ട് ഇനി ബാക്കിയുള്ളൂ. നമുക്ക് ഊബറിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 250 രൂപയുടെ പള്ളിമുക്കിലേക്ക്. ആളെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 400 മീറ്ററും കൂടി ഉള്ളൂ. അടുത്തുനിന്നാണ്, 1 കിലോമീറ്റർ തികച്ചില്ല. നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. ഇത് പള്ളിമുക്കിലേക്കായിരുന്നു, ഒരു ലക്ഷ്മി ഹോസ്പിറ്റലിലേക്കായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 34 മിനിറ്റ് എടുത്തു, 10 കിലോമീറ്റർ 240. ഫെയറൊക്കെ ഓക്കെയാണ്. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഉള്ളിൽ കൂടി കറങ്ങി പോകുന്നത്, അതുകൊണ്ട് ഇത്ര നേരത്തെ എത്തിയില്ല. എന്നുണ്ടെങ്കിൽ നമ്മൾ സിഗ്നലുകളൊന്നും എടുത്തിട്ടില്ല. ഉള്ളിൽ കൂടിയുള്ള പള്ളിമുക്ക് വഴി പുല്ലേപ്പടി വഴിയാണ് നമ്മൾ പോകുന്നത്. ഇതായിരുന്നു കേട്ടോ നമ്മളൊരു കസ്റ്റമർ. നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് വെൽക്കാർ ഹോസ്പിറ്റലിലേക്കായിരുന്നു. ചെറിയൊരു ട്രിപ്പായിരുന്നു. മറ്റേ 150 രൂപ എന്തോ ഉള്ളു ഉണ്ടായിരുന്നേ. അത് അവിടെ എത്തിയപ്പോ ഡോക്ടർ ഇന്ന് ലീവാണെന്ന് പറഞ്ഞു. അവരോട് ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീവാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇവിടം വരെ മതിയായിരുന്നു. ഇവിടെ നമ്മളെ MG റോഡിക്ക് കടക്കുന്ന അവിടെ ഒരു സിഗ്നൽ ഉണ്ട്. ആ സിഗ്നലിന്റെ അവിടെ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ക്ലോസ് ചെയ്ത് കൊടുത്തത് 130 രൂപ ഉണ്ടായിരുന്നേ. അത് പേയ്മെന്റ് ചെയ്തു. പേയ്മെന്റ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു അവരോട്, ബോട്ട് ചട്ടി ഇവിടെയാണ് അവർ കയറിയത്. അപ്പോ ഞാൻ ഇവിടെ തന്നെ ആക്കി തരാമെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് അങ്ങോട്ട് ആക്കി തരാം ചോദിച്ചു. അങ്ങോട്ട് ആക്കി തരാറുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് പോയി. അപ്പൊ അവരെ പരിപാടി നടന്നില്ല. ആള് പെയിന്റ് പണിക്ക് പോണതാ. ഇന്ന് ലീവ് കൊടുത്തു, ഇനി നാളെ ലീവ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് ഒരു 3 കിലോമീറ്ററോട് പോകുന്നു. അപ്പൊ ഞാനൊരു 40 രൂപയും കൂടി വാങ്ങിയിട്ടുണ്ട്. അവര് ഒരു ഊബറോ ഒരു ഓട്ടോറിക്ഷ എന്തെടുക്കണമെന്നുണ്ടെങ്കിലും ഒരു 70 60 റുപ്യ ആവും. നമ്മളൊരു 40 രൂപയും കൂടി വാങ്ങിയിട്ടുണ്ട്. കാരണം ഊബർ ഓഫ് ചെയ്തിക്കല്ലേ, ടീ ബ്രേക്കിൽ ഇട്ടിക്കാണ്. 12:05 അടിച്ചതായിരുന്നു ട്രിപ്പ്. ഇപ്പൊ ഇതുവരെ ഞാൻ ക്യൂൻവേല് നിൽക്കായിരുന്നു. ഇപ്പൊ ഞാൻ അവിടുന്ന് ഒരു 1 കിലോമീറ്റർ പോകുന്നു. അപ്പൊ ഇതിനൊരു 1:35 ആയിട്ടുണ്ട് സമയം. 1 കിലോമീറ്റർ പോകുന്നപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. മേരി തേവരക്കാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് പിക്കപ്പ്, 300 മീറ്റർ ഉള്ളൂ. അപ്പോ ഇത് ഏതായാലും 1 വേ ആണ്. അപ്പൊ ഇനിയിപ്പോ കൊറേ ചുറ്റേണ്ടി വരും. ഇതിലാണ് പോയാ ആ കാണുന്ന സ്ഥലത്താണ് ആള് നിൽക്കുന്നത്. അപ്പൊ പോയി ആളെ പിക്കട്ടെ. ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു വില്ലിംഗ്ടൺ ഐലൻഡിക്ക്. 161 രൂപയുടെ ട്രിപ്പ് ആയിരുന്നത്. പിന്നെ 7.55 കിലോമീറ്റർ ഓടി 14 മിനിറ്റ് കൊണ്ട് 15 രൂപ ടോൾ ഉണ്ട് കേട്ടോ. അവിടെ 16 രൂപയായിരുന്നു. ഇതിൽ 15 രൂപ നമുക്ക് റീഫണ്ടായി കയറിയിട്ടുണ്ട്. പിന്നെ അതിന്റെ മുമ്പത്തെ നമുക്ക് ആദ്യം കിട്ടിയ ട്രിപ്പ് 190 ആയിരുന്നു ക്യാഷ് കളക്ട്. 176 നമുക്ക് കിട്ടി. ഇപ്പൊ നമ്മളിവിടെ ഉള്ളത് വില്ലിംഗ്ടൺ ഐലൻഡിലാണ്. അപ്പൊ ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കാം. സമയം 2:43 ആയിട്ടുണ്ട്. വലിയ വിശപ്പൊന്നുമില്ല. പിന്നെ ഇനി സമയം നോക്കണ്ട. ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ല ട്രിപ്പ് ആയിരിക്കും, ഓട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. എല്ലാം ഓഫ് ചെയ്യാം കേട്ടോ. ഊബർ ഓഫ് ചെയ്യാണ്, റാപ്പിഡ് ഓഫ് ചെയ്യണം, എല്ലാം ഓഫ് ചെയ്യണം. കാരണം എന്നാ മനസ്സമാധാനത്തോടെ ഫുഡ് കഴിക്കാറോ. മറ്റേ ട്രിപ്പ് അടിച്ച് കഴിഞ്ഞാലേ എടുത്ത് ഓടേണ്ടി വരും. പിന്നെ എല്ലാം ഓഫ്ലൈനായി. ഓക്കെ, ലൊക്കേഷൻ ഓഫ്. ഓക്കെ, അപ്പൊ ഇനി ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഊബർ, യാത്രി, റാപ്പിഡോ എല്ലാം ഓണാക്കാം. സമയം 3:15 ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഊബർ ഓണായി. റാപ്പിഡോ ഓണാക്കാം. റാപ്പിഡോ ഓണായിട്ടുണ്ട്. റാപ്പിഡോയിൽ 562 രൂപ കോടിയുണ്ടെന്ന്. യാത്രയിൽ ട്രിപ്പ് അടിച്ചിട്ടില്ല. നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചു റാപ്പിഡോയില്. ഒരു 1.7 കിലോമീറ്ററിലെ പിക്കപ്പ്. അപ്പോൾ ഈ ഐലൻഡിൽ തന്നെ ആയിരുന്നു. മലബാർ ഗേറ്റ് അങ്ങനെ എന്തൊക്കെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ സെക്യൂരിറ്റിക്കാരുണ്ട്, പട്ടാളക്കാരുണ്ട്. അപ്പോൾ അവിടേക്ക് പിക്കപ്പാണ് പറഞ്ഞപ്പോൾ ബാക്കിലിടാൻ പറഞ്ഞു വണ്ടി. ടാഗില്ലാണ്ട് കയറ്റുവരുവാണ്. അപ്പോൾ ആളെയാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കണില്ല, കോള് പോണില്ല. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പ്ലീസ് കോൾ മീ എന്നൊക്കെ ഇട്ടിട്ട് ഒന്നും റിപ്ലൈ ഒന്നും ഇല്ല. അപ്പോൾ ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആളെ കൊണ്ട് വിളിക്കട്ടെ. ഒരു 10 മിനിറ്റും കൂടി നിൽക്കാം. ഞാൻ വീണ്ടും ഊബർ യാത്രയ്ക്ക് ഓണാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അവരെ ഉള്ളിലേക്ക് കയറ്റൂല്ല. അവിടെയാണ് പിക്കപ്പ് കാണിക്കുന്നത്. ഒരു 400 മീറ്ററും കൂടി ഉള്ളിൽ പോവാണ്ട്. പക്ഷെ അവർ കയറ്റൂല. ഇയാളാണെങ്കിൽ വിളിക്കണമില്ല.
അയാൾ റൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ആൾ വിളിക്കുമല്ലോ. ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് നിന്നോക്കാം. അത് കഴിഞ്ഞിട്ട് അടിക്കണില്ല എന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഇട്ട് പോവാം ക്യാൻസൽ ചെയ്തുകൊണ്ട്. ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം മാച്ച് ട്രിപ്പ് വന്നു, അത് കിട്ടിയില്ല. പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്തു. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തതിനു ശേഷം ക്യാൻസൽ ചെയ്തിട്ട് റിവേഴ്സ് ഇട്ടപ്പോൾ നമുക്കൊരു ചെറിയ ലോക്കൽ അടിച്ചു അവിടെ തോപ്പുംപടിയിലേക്ക്. അത് ഡ്രോപ്പ് ചെയ്ത ഉടനെ നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചു പള്ളുരുത്തിക്ക്. പള്ളുരുത്തിന്ന് അവരെ ഡ്രോപ്പ് ചെയ്ത് കുറച്ച് പോന്നപ്പോൾ അടുത്ത ട്രിപ്പ് അടിച്ചു പറവൂരിലേക്കാണ്. അത് 500 എത്ര ക്യാഷ് ഉണ്ട്. ലോങ് ട്രിപ്പാണ്, 1.5 മണിക്കൂറിന്റെ സമയമുണ്ട്. 36 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ചേരാനെല്ലൂർ ജംഗ്ഷനിലാണ്. ഇവിടെ ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തി കൊടുത്തേക്കാണ്. അപ്പോൾ ഇനിയും ഉണ്ടാവും ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്ത്. ഇനി 1 മണിക്കൂറിന്റെ അടുത്ത് ഉണ്ടാവില്ല. 36 കിലോമീറ്റർ ആയിരുന്നു ടോട്ടല്. അവിടുന്ന് പള്ളുരുത്തിയിൽ നിന്ന് ഇപ്പൊ ചേരാനെല്ലൂർ വരെ പോന്നു. ഇനിയിപ്പോ ഏതായാലും അവർ ചായ അടിച്ചേട്ടെ. ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. ഇപ്പൊ സമയം 6:15 ആയിട്ടുണ്ട്, 6:16 ആയിട്ടുണ്ട് സമയം. നമുക്ക് 1.25 മണിക്കൂർ എടുത്തു. 530 രൂപയാണ് നമുക്ക് അതിനുള്ള ക്യാഷ് കിട്ടിയത്. ഇപ്പൊ നമുക്കൊരു ഇന്റർസിറ്റി അടിച്ചിട്ടുണ്ട് തിരുവല്ലയിലേക്ക്. ആളെ പിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2000 എത്ര ഉണ്ട് ഫെയർ. നമ്മളെ കസ്റ്റമർ ആട്ടാ പോണേ. 2 കസ്റ്റമറോട് ആര്യാസ് പോവാണ്. ഒരു കസ്റ്റമറോടെ പള്ളിയിൽ പോയിട്ടുണ്ട്. പള്ളി കണ്ടോ നിർത്തി വെച്ചു മയിൽ ബിസ്കരിക്കാൻ. അപ്പോ ഞാനും ഇവന്മാരും പോയിട്ടില്ല. ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവരാ ഗ്യാപ്പില് ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ കുറെ വിളിച്ചു, ഞാനില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ നിസ്കാരവും കഴിയട്ടെ, ഇവരെ ഫുഡ് അടിയും കഴിയട്ടെ, നമ്മളിവിടെ വണ്ടിയിലിരിക്കാം. ഇത് തിരുവല്ലയിലേക്കാണ്. 3.5 മണിക്കൂർ ഉണ്ടായിരുന്നു. ഇപ്പൊ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി 3 മണിക്കൂറും കൂടി ഉണ്ട്. 109 കിലോമീറ്ററും കൂടി ഉണ്ട് ഇനി. ഇതിപ്പോ ചേരാനെല്ലൂര് അല്ല, ഇത് ഇനി കുന്നുംപുറം ജംഗ്ഷനാണ് എത്തുന്നത്. ചേരാനെല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞു. അപ്പൊ ഇനി 9:49 അവിടെ റീച്ച് ടൈം കാണിച്ചിനെ. ഇനിയിപ്പോ ഇവിടെ ഒരു 10-15 മിനിറ്റ് പോകും. അപ്പോ എന്തായാലും ഒരു 10:30 ആവും അവിടെ എത്തുമ്പോ. അപ്പൊ ഇന്നത്തെ സ്റ്റേ അവിടെ ആയിരിക്കും തിരുവല്ല. നമ്മള് 8:19 അരൂര് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ നമ്മള് കുറെ സ്ഥലത്ത് നിർത്തി, ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി, പിന്നെ ഒന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടി നിർത്തി. 3 പേരാട്ടോ യാത്രക്കാര്. പേര് പറയൂ. അബ്ദുൽ ഹമീദ്, ഇർഷാദ്, ഞാൻ മുഹമ്മദ് ഇർഷാദ്, പിന്നെ ഇത് മുഹമ്മദ് സഹീദ്, പിന്നെ മുഹമ്മദ് ഷാഹിർ ഡ്രൈവർ. മുഹമ്മദ് ഷാഹിർ ബോസ്. അപ്പൊ ഇനി അവിടെ 9:49 കാണിച്ചത്. ഇനിയിപ്പോ കുറെ ലേറ്റ് ആയി. ഇനിയിപ്പോൾ എത്താന്ന് അവിടെ എത്തിരി കാണാം. ബെസ്റ്റ് എല്ലാരും സബ്സ്ക്രൈബ്. നല്ല ഫ്രണ്ട് എല്ലാത്തിനും നല്ല ഫ്രണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. സബ്സ്ക്രൈബ് फॉलो शेयर ओके तो शाबाश पढ़ने शेयर किया शेयर ओके थैंक यू ये कौन सा कॉम्प्लेक्स है? അപ്പൊ നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. 11 മണിയായി. 11:07 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇവിടെ എത്തുന്നത്. നമ്മള് കുറെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി ആദ്യം. പിന്നെ അവർക്ക് മരടിലൊന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടി നിർത്തി. പിന്നെയുള്ള പ്രശ്നം നമ്മള് CNG പമ്പ് തന്നിട്ട് ഒരു 2-3 പമ്പിൽ കയറി. രണ്ടോടത്ത് CNG തീർന്നു എന്ന് പറഞ്ഞ് ഓരോടത്ത് പിന്നെ ക്ലോസ് ആയി കിടക്കായിരുന്നു. പിന്നെ ഇനി ഇവിടെ തിരുവല്ല ഒരു CNG പമ്പ് നമ്മളെ ആപ്പിൽ കാണുന്നുണ്ട്. ഇനി നോക്കി നോക്കട്ടെ. അവരെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മള് ടോട്ടൽ ഓടിയത് 4042 രൂപക്ക് ഓടി 8 ട്രിപ്പ്. ഈ ലാസ്റ്റ് പോകുന്ന ട്രിപ്പ് 2527 രൂപയുടെ ട്രിപ്പായിരുന്നു. അതൊരു 8 കിലോമീറ്ററോളം ഞാൻ CNG പമ്പ് തരുന്നാണ്ട് തന്നെ പോയിട്ടുണ്ട്. 127 കിലോമീറ്റർ പോയിട്ടുണ്ട്. 45 ടോൾ കയറിയിട്ടുണ്ട്. അത് അരൂരത്തെ ടോളായിരിക്കും. 2,754 ടോട്ടൽ വാങ്ങിയത്. 2,527 നമുക്ക് കിട്ടി. അതിലൊരു 255 രൂപ അവർ ടിപ്പും തന്നിട്ടുണ്ട്. 3000 രൂപ തന്നത്. അങ്ങനെ 4042 രൂപക്ക് ഊബറും 562 രൂപക്ക് റാപ്പിഡോയും 255 ടിപ്പും 4859 രൂപയാണ് ഇന്നത്തെ നമ്മളെ ഏണിങ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരുവല്ലയിലാണ്. അവരെ ഡ്രോപ്പ് ചെയ്ത ഏകദേശം ഒരു ഭാഗത്താണ്, ഉള്ള ഏരിയയിലാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാം. നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചു റാപ്പിഡോയിൽ. ഒരു 1.7 കിലോമീറ്ററിലെ പിക്കപ്പ്. അപ്പോൾ ഈ ഐലൻഡിൽ തന്നെ ആയിരുന്നു. മലബാർ ഗേറ്റ് അങ്ങനെ എന്തൊക്കെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ സെക്യൂരിറ്റിക്കാരുണ്ട്, പട്ടാളക്കാരുണ്ട്. അപ്പോൾ അവിടേക്ക് പിക്കപ്പാണ് പറഞ്ഞപ്പോൾ ബാക്കിൽ ഇടാൻ പറഞ്ഞു വണ്ടി. ടാഗില്ലാണ്ട് കയറ്റി വരുവാണ്. അപ്പോൾ ആളാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കണില്ല, കോള് പോണില്ല. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പ്ലീസ് കോൾ മീ എന്നൊക്കെ ഇട്ടിട്ട് ഒന്നും റിപ്ലൈ ഇല്ല. അപ്പോൾ ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആളെ കൊണ്ട് വിളിക്കട്ടെ. ഒരു 10 മിനിറ്റും കൂടി നിൽക്കാം. ഞാൻ വീണ്ടും ഊബർ യാത്രയ്ക്ക് ഓണാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അവരെ ഉള്ളിലേക്ക് കയറ്റൂല്ല. അവിടെയാണ് പിക്കപ്പ് കാണിക്കുന്നത്. ഒരു 400 മീറ്ററും കൂടി ഉള്ളിൽ പോവാണ്ട്. പക്ഷെ അവർ കയറ്റൂല. ഇയാളാണെങ്കിൽ വിളിക്കണമില്ല. അയാൾ റൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ആൾ വിളിക്കുമല്ലോ. ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് നിന്നോക്കാം. അത് കഴിഞ്ഞിട്ട് അടിക്കണില്ല എന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഇട്ട് പോവാം ക്യാൻസൽ ചെയ്തുകൊണ്ട്. ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം മാച്ച് ട്രിപ്പ് വന്നു, അത് കിട്ടിയില്ല. പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്തു. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തതിനു ശേഷം ക്യാൻസൽ ചെയ്തിട്ട് റിവേഴ്സ് ഇട്ടപ്പോൾ നമുക്കൊരു ചെറിയ ലോക്കൽ അടിച്ചു അവിടെ തോപ്പുംപടിയിലേക്ക്. അത് ഡ്രോപ്പ് ചെയ്ത ഉടനെ നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചു പള്ളുരുത്തിക്ക്. പള്ളുരുത്തിയിൽ നിന്ന് അവരെ ഡ്രോപ്പ് ചെയ്ത് കുറച്ചു പോന്നപ്പോൾ അടുത്ത ട്രിപ്പ് അടിച്ചു
പറവൂരിലേക്കാണ്. അത് 500 എത്ര ക്യാഷ് ഉണ്ട്. ലോങ് ട്രിപ്പാണ്, 1.5 മണിക്കൂറിന്റെ സമയമുണ്ട്. 36 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ചേരാനെല്ലൂർ ജംഗ്ഷനിലാണ്. അവർക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തി കൊടുത്തേക്കാണ്. അപ്പോൾ ഇനിയും ഉണ്ടാവും ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്ത്. ഇനി 1 മണിക്കൂറിന്റെ അടുത്ത് ഉണ്ടാവില്ല. 36 കിലോമീറ്റർ ആയിരുന്നു ടോട്ടല്. അവിടുന്ന് പള്ളൂരിൽ നിന്ന് ഇപ്പൊ ചേരാനെല്ലൂർ വരെ പോന്നു. ഇനിയിപ്പോ ഏതായാലും അവര് ചായ അടിച്ചേട്ടെ. ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. ഇപ്പൊ സമയം 6:15 ആയിട്ടുണ്ട്, 6:16 ആയിട്ടുണ്ട് സമയം. നമുക്ക് 1.25 മണിക്കൂർ എടുത്തു. 530 രൂപയാണ് നമുക്ക് അതിനുള്ള ക്യാഷ് കിട്ടിയത്. ഇപ്പൊ നമുക്കൊരു ഇന്റർസിറ്റി അടിച്ചിട്ടുണ്ട് തിരുവല്ലയിലേക്ക്. ആളെ പിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2000 എത്ര ഉണ്ട് ഫെയർ. നമ്മളെ കസ്റ്റമർ ആട്ടാ പോണേ. 2 കസ്റ്റമറോട് ആര്യാസ് പോവാണ്. ഒരു കസ്റ്റമറോടെ പള്ളിയിൽ പോയിട്ടുണ്ട്. പള്ളി കണ്ടോ നിർത്തി വെച്ചു മയിൽ ബിസ്കരിക്കാൻ. അപ്പോ ഞാനും ഇവന്മാരും പോയിട്ടില്ല. ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവരാ ഗ്യാപ്പില് ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ കുറെ വിളിച്ചു, ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ നിസ്കാരവും കഴിയട്ടെ, ഇവരെ ഫുഡ് അടിയും കഴിയട്ടെ, നമ്മളിവിടെ വണ്ടിയിലിരിക്കാം. ഇത് തിരുവല്ലയിലേക്കാണ്. 3.5 മണിക്കൂർ ഉണ്ടായിരുന്നു. ഇപ്പൊ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി 3 മണിക്കൂറും കൂടി ഉണ്ട്. 109 കിലോമീറ്ററും കൂടി ഉണ്ട് ഇനി. ഇതിപ്പോ ചേരാനെല്ലൂര് അല്ല, ഇത് ഇനി കുന്നുംപുറം ജംഗ്ഷനാണ് എത്തുന്നത്. ചേരാനെല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞു. അപ്പൊ ഇനി 9:49 റീച്ച് ടൈം കാണിച്ചിനെ. ഇനിയിപ്പോ ഇവിടെ ഒരു 10-15 മിനിറ്റ് പോകും. അപ്പൊ എന്തായാലും ഒരു 10:30 ആവും അവിടെ എത്തുമ്പോ. അപ്പൊ ഇന്നത്തെ സ്റ്റേ അവിടെ ആയിരിക്കും തിരുവല്ല. നമ്മള് 8:19 അരൂര് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ നമ്മള് കുറെ സ്ഥലത്ത് നിർത്തി, ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി, പിന്നെ ഒന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടി നിർത്തി. 3 പേരാട്ടോ യാത്രക്കാര്. പേര് പറയൂ. അബ്ദുൽ ഹമീദ്, ഇർഷാദ്, ഞാൻ മുഹമ്മദ് ഇർഷാദ്, പിന്നെ മുഹമ്മദ് സഹീദ്, പിന്നെ മുഹമ്മദ് ഷാഹിർ ഡ്രൈവർ. മുഹമ്മദ് ഷാഹിർ ബോസ്. അപ്പൊ ഇനി അവിടെ 9:49 കാണിച്ചത്. ഇനിയിപ്പോ കുറെ ലേറ്റ് ആയി. ഇനിയിപ്പോൾ എത്താന്ന് അവിടെ എത്തിരി കാണാം. ബെസ്റ്റ് എല്ലാരും സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. सब्सक्राइब फॉलो शेयर ओके तो शाह भाई पढ़ने शेयर किया शेयर ओके थैंक यू ये कौन सा कॉम्प्लेक्स है. അപ്പൊ നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. 11 മണിയായി. 11:07 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇവിടെ എത്തുന്നത്. നമ്മള് കുറെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി ആദ്യം. പിന്നെ അവർക്ക് മരടിലൊന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടി നിർത്തി. പിന്നെയുള്ള പ്രശ്നം നമ്മള് CNG പമ്പ് തന്നിട്ട് ഒരു 2-3 പമ്പിൽ കയറി. രണ്ടോടത്ത് CNG തീർന്നു എന്ന് പറഞ്ഞ് ഓരോടത്ത് പിന്നെ ക്ലോസ് ആയി കിടക്കായിരുന്നു. പിന്നെ ഇനി ഇവിടെ തിരുവല്ല ഒരു CNG പമ്പ് നമ്മളെ ആപ്പിൽ കാണുന്നുണ്ട്. ഇനി നോക്കി നോക്കട്ടെ. അവരെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ ടോട്ടൽ ഓടിയത് 4042 രൂപക്ക് ഓടി 8 ട്രിപ്പ്. ഈ ലാസ്റ്റ് പോകുന്ന ട്രിപ്പ് 2527 രൂപയുടെ ട്രിപ്പായിരുന്നു. അതിൽ 8 കിലോമീറ്ററോളം ഞാൻ CNG പമ്പ് തരാണ്ട് തന്നെ പോയിട്ടുണ്ട്. 127 കിലോമീറ്റർ പോയിട്ടുണ്ട്. 45 ടോൾ കയറിയിട്ടുണ്ട്. അത് അരൂരത്തെ ടോളായിരിക്കും. 2754 ടോട്ടൽ വാങ്ങിയത്. 2527 നമുക്ക് കിട്ടി. അതിലൊരു 255 രൂപ അവർ ടിപ്പും തന്നിട്ടുണ്ട്. 3000 രൂപ തന്നത്. അങ്ങനെ 4042 രൂപക്ക് ഊബറും 562 രൂപക്ക് റാപ്പിഡോയും 255 ടിപ്പും 4859 രൂപയാണ് ഇന്നത്തെ നമ്മളെ ഏണിങ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരുവല്ലയിലാണ്. അവരെ ഡ്രോപ്പ് ചെയ്ത ഏകദേശം ഒരു ഭാഗത്താണ്, ഉള്ളേരിയയിലാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാം.